നെക്സ്റ്റ് ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. അപ്പോൾ ഇത് വേരിയൻസിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ പഠിച്ചതെല്ലാം മീനായിരുന്നു. പോപ്പുലേഷൻ മീനിന് കറസ്പോണ്ടിങ് ഉള്ള ടെസ്റ്റിംഗ് ആയിരുന്നു. ടെസ്റ്റ് ഫോർ പോപ്പുലേഷൻ മീൻ ഓർ ടെസ്റ്റ് ഫോർ ഇക്വാലിറ്റി ഓഫ് മീൻസ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇത് ഫസ്റ്റ് കേസാണ്. വേരിയൻസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ വേരിയൻസിന് കറസ്പോണ്ടിങ് ടെസ്റ്റിംഗ് നടത്തുക. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ വേരിയൻസിന് കറസ്പോണ്ടിങ് ടെസ്റ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് സാമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കണം. ഇഫ് എ സ്മോൾ സാമ്പിൾ ഈസ് drawn from a normal population, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട എന്താ? പോപ്പുലേഷൻ വേരിയൻസിന് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന സിഗ്മ. അപ്പോൾ നമ്മുടെ H0 എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ, പോപ്പുലേഷൻ വേരിയൻസ് ഈക്വൽ ടു സിഗ്മ നോട്ട് സ്ക്വയർ. അതായത് ചിലപ്പോൾ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 4 എന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യാൻ വരിക. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. നോട്ട് ഈക്വൽ ടു വരാം, ഓർ ലെസ് ദാൻ വരാം, ഓർ ഗ്രേറ്റർ ദാൻ വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദെൻ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, നമ്മളിതെല്ലാം സെക്കൻഡ് മൊഡ്യൂളിനകത്ത് ഏകദേശം ഡിസ്കസ് ചെയ്തിരുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കൈ സ്ക്വയർ എന്ത് വരും? n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വേറെയാണ്. ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കും വേറെയാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? കൈ സ്ക്വയർ ടേബിൾ നോക്കുക. കൈ സ്ക്വയർ ടേബിൾ എനിക്കൊന്ന് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൈ സ്ക്വയറിൻ്റെ വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Table value with n-1 degrees of freedom. Okay, then we reject H0. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ് വരിക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. Test the hypothesis that sigma equal to 10 given that S equal to 15 for a random sample of size 25, from a normal population. നമുക്കപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് H0 സിഗ്മ ഈക്വൽ ടു 10 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഏതാണെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ഈക്വൽ ടു 10 എന്നുള്ളത് കൊടുക്കാം. സിഗ്മ നോട്ട് ഈക്വൽ ടു 10. സിഗ്മ സ്ക്വയർ അല്ല, ഇവിടെ സിഗ്മ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ സിഗ്മ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയാം? ഇത് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? എസ് തന്നിട്ടുണ്ട് 15 ആണ്. പിന്നെ സാമ്പിൾ സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. n എന്താണ്? 25. കൈ സ്ക്വയറിൻ്റെ ടെസ്റ്റ് എന്തോരും ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഒക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഒക്കെ ആണെങ്കിലോ നമ്മൾ OI - E ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ EA ചെയ്യാറുള്ളൂ. ഇവിടെ നമുക്ക് ഏത് യൂസ് ചെയ്യേണ്ടത്? n സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ നമുക്ക് n ഉണ്ടല്ലോ, n എന്താ? 25 ഇൻറ്റു എസ് സ്ക്വയർ. എസ് ആണ് നമുക്ക് തന്നേക്കുന്നത് 15 എന്ന് പറയുന്നത്. അപ്പോൾ എസ് സ്ക്വയർ എന്ത് വരും? 15 സ്ക്വയർ. സിഗ്മയാണ് 10. അപ്പോൾ സിഗ്മ സ്ക്വയർ എടുക്കാൻ മറക്കരുത്. ഇത് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 225/100 എന്ന് പറയാം. ദാറ്റ് മീൻസ് 56.25. ഓക്കെ, അപ്പോൾ നമുക്കിനി ടേബിൾ വാല്യൂസ് ഒന്നും ഗിവൺ അല്ല. ടേബിൾ വാല്യൂസ് ഗിവൺ അല്ലാത്തതുകൊണ്ട് ആൽഫ എത്രയായിട്ട് കൺസിഡർ ചെയ്യാം? ആൽഫ ഈക്വൽ ടു 5%. Then degrees of freedom തരും. degrees of freedom equal to 25 - 1, that's equal to 24. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, ആൽഫ ഉണ്ട്. എന്ത് ചെയ്യണം? നമ്മൾ കൈ സ്ക്വയർ ടേബിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈ സ്ക്വയർ ടേബിളിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ പറഞ്ഞു 24 അല്ലേ? അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 24 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇതായിട്ട് വരും 24.
അതിന് കറസ്പോണ്ടിങ് 0.05. 24-ന് 0.05 ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ എന്താ? 36.415. ഓക്കെ, അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ അല്ല ടേബിൾ വാല്യൂ എന്താണ്? 36.415. അപ്പോൾ chi square with 24 degrees of freedom എന്ത് വരും? chi square alpha എന്ത് വരും? chi square alpha equal to 36.415. therefore calculated value നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ആണ്. സോറി, കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ആണ്. നമുക്ക് കിട്ടിയിരുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ ഓക്കെ 56 ആണ് അല്ലേ? ഓക്കെ, 56.25. അതേപോലെ ടേബിൾ വാല്യൂ 36.415. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ, hence we reject H0. that means sigma is not equal to 10 എന്നുള്ള കേസ് നമ്മൾ റിജക്ട് ചെയ്തു. ദാറ്റ് മീൻസ് സിഗ്മ നോട്ട് ഈക്വൽ ടു 10 ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ദ വേരിയൻസ് അല്ലെങ്കിൽ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോപ്പുലേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 10. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. വേരിയൻസിൻ്റെ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അടുത്ത വരുന്നത് ഇതുപോലെ 1-2 പ്രോബ്ലംസ് ഞാൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, സോൾവ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ഓഫ് ഇക്വാലിറ്റി ഓഫ് വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓഫ് 2 നോർമൽ പോപ്പുലേഷൻ. നമ്മൾ വേരിയൻസിൻ്റെ ഒരു പോപ്പുലേഷൻ പഠിച്ചു. ഇനി എന്താണ്? 2 നോർമൽ പോപ്പുലേഷൻ. 2 പോപ്പുലേഷൻസ് നമുക്ക് ഗിവൺ ആയിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് S1 തന്നിട്ടുണ്ടായിരിക്കും. S1 എന്തായിരിക്കും? ഫസ്റ്റ് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. S2 എന്ന് പറയുന്നത് സെക്കൻഡ് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ എന്തൊക്കെ എഴുതാം? S1 and S2 are the standard deviations of sample of size. ഫസ്റ്റ് സാമ്പിൾ സൈസിനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? N1. ആൻഡ് സെക്കൻഡ് സാമ്പിൾ സൈസിനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? N2. ടേക്കൺ ഫ്രം എ എല്ലാം എന്തായിരിക്കണം? ടേക്കൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ. നോർമൽ പോപ്പുലേഷനിൽ നിന്നായിരിക്കണം. 2 നോർമൽ പോപ്പുലേഷൻ. N1 എടുത്തിരിക്കുന്നതും N2 എടുത്തിരിക്കുന്നതും നോർമൽ പോപ്പുലേഷനിൽ നിന്നായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് എന്തായിരിക്കും നമ്മൾ ചെയ്യുക? H0 എന്ന് പറയുന്നത് സിഗ്മ 1 സ്ക്വയറും സിഗ്മ 2 സ്ക്വയറും ഈക്വൽ ആണെന്നായിരിക്കും വരിക. അതായത് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ഈക്വൽ ആണ്. നമ്മളിവിടെ നോർമലി പ്രോബ്ലം ചെയ്യുന്നത് അടുത്ത H1 എന്ന് പറയുന്നത് സിഗ്മ 1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു സിഗ്മ 2 സ്ക്വയർ ഓർ സിഗ്മ 1 സ്ക്വയർ. മെയിൻലി നമ്മൾ ചെയ്യുന്നത് നോട്ട് ഈക്വൽ വരുന്നതാണ്. ലെസ് ദാൻ സിഗ്മ 2 സ്ക്വയർ ഓർ സിഗ്മ 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ 2 സ്ക്വയർ. ഇതാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് എഫിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. എഫ് ഈക്വൽ ടു N1 S1 സ്ക്വയർ ബൈ N1 മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ N2 S2 സ്ക്വയർ ഡിവൈഡ് ബൈ N2 മൈനസ് 1 follows F with N1 minus 1 comma N2 minus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണോ ലാർജർ വാല്യൂ വരുന്നത് അതിനെ നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കണം. സപ്പോസ് N1 S1 സ്ക്വയർ N1 മൈനസ് 1 N2 S2 സ്ക്വയർ N2 മൈനസ് 1 ഉള്ളത് വെക്കുക. ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലാണ്. ഇതിലെ N2 S2 സ്ക്വയർ ബൈ N2 മൈനസ് 1 ആണ് നമ്മുടെ ഗ്രേറ്റർ വാല്യൂ. ഗ്രേറ്റർ എങ്കിൽ കൂട്ടത്തിൽ ഇത് രണ്ടും നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കും. കൂട്ടത്തിൽ ഏതാണോ ഗ്രേറ്റർ അതിനെ വേണം നമ്മൾ ന്യൂമറേറ്റർ ഇടാൻ. ദെർഫോർ ഇപ്പോൾ ഈ കേസാണ് ഇതാണ് ഗ്രേറ്റർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ വാല്യൂ വേണം ന്യൂമറേറ്റർ ഇടാൻ. അപ്പോൾ എന്തൊരു N2 S2 സ്ക്വയർ ഡിവൈഡ് ബൈ N2 മൈനസ് 1 N1 S1 സ്ക്വയർ ഡിവൈഡ് ബൈ N1 മൈനസ് 1. ദിസ് ഫോളോസ് എഫ് ഓഫ് N1 മൈനസ് 1 N2 മൈനസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എഫ് ടേബിൾ ഉണ്ട്. എഫ് ടേബിൾ കൺസിഡർ ചെയ്യുക. എഫ് ടേബിളിൽ നിന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ എഫ് ടേബിളിൽ നിന്ന് എങ്ങനെ വാല്യൂ എടുക്കുന്നത് നോക്കാം. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി റിജക്ട് H0.
അതർവൈസ് വി അക്സെപ്റ്റ് H0. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നോർമലി കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ 2 വേരിയൻസിൻ്റെയും പഠിച്ചു, 1 വേരിയൻസിൻ്റെയും പഠിച്ചു. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സോൾവ് ചെയ്യാം.